ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പറയാൻ പോകുന്നത് റോസ് ഓയിലിനെ പറ്റിയാണ്. ആരോഗ്യതെറാപ്പി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും റോസ് ഓയിലിനെ പറ്റി നല്ലതായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. റോസ് ഓയിൽ എന്ന് പറയുന്നത് റോസപ്പൂവിൽ നിന്ന് എടുക്കുന്നതാണ്. പൂവിൻ്റെ പെറ്റൽ വാറ്റി എടുത്തുണ്ടാക്കുന്ന ഓയിലാണ് റോസ് ഓയിൽ എന്ന് പറയുന്നത്. നമുക്കത് ഒത്തിരി നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ ഹെയറിനെയും ഒക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ് റോസ് ഓയിൽ. നമ്മുടെ സ്കിന്നിനെ ഒത്തിരി ബ്രൈറ്റ് ആക്കും റോസ് ഓയിൽ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ടാന് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദേഹത്തുണ്ടെങ്കിലും റോസ് ഓയിൽ പുരട്ടി അത് മൊത്തം നല്ലതായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും നല്ല കുരുക്കൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് റോസ് ഓയിൽ. അതുപോലെ നമ്മുടെ മുടി നല്ലതായിട്ട് വളരാൻ, നമ്മുടെ മുടി നല്ല വോളിയമാകാൻ, അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് റോസ് ഓയിൽ. അതുപോലെ തന്നെ റോസ് ഓയിലിൻ്റെ ഓയിലൊക്കെ നമ്മുടെ തലയിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒത്തിരി മാറിക്കിട്ടും. നമ്മുടെ ക്രീമൊക്കെ മേടിച്ച് നമ്മൾ ഏത് ക്രീമാണെങ്കിലും നമ്മുടെ ദേഹത്ത് പുരട്ടാനോ അല്ലെങ്കിൽ മുഖത്ത് പുരട്ടാനോ എന്തിട്ട് നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ അകത്തൊന്ന് നോക്കണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് തന്നേക്കുന്നതിന്. അതിൻ്റെ അകത്ത് ഈ അരോമ ഓയിൽ, റോസ് ഓയിൽ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രീമിൻ്റെ അകത്തെല്ലാം ഒരു റോസ് ഓയിലിൻ്റെ ഒരു ശകലം ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ആ ക്രീം പുരട്ടുന്നോ അതിൻ്റെ ഇരട്ടി ഗുണം നമുക്ക് കിട്ടും. കാരണം എല്ലാത്തിനും നല്ലതാണ് റോസ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ബ്യൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓയിലാണ് റോസ് ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കണ്ടീഷണറൊക്കെ മേടിച്ചാലും ഷാമ്പു മേടിച്ചാലും അങ്ങനെ എന്ത് മേടിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഇച്ചിരി റോസ് ഓയിൽ ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ വെളിച്ചെണ്ണയായാലും അല്ലെങ്കിൽ തലയിൽ പെട്ടെന്ന് ഏത് ഓയിലാണെങ്കിലും അതിൻ്റെ അകത്ത് ഇച്ചിരി റോസ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും പ്രയോജനപ്പെടും. നമ്മുടെ തലമുടിയൊക്കെ നല്ലതായിട്ട് വളരും, നല്ല വോളിയമാകും. അങ്ങനെ തലമുടിയെ താരനുണ്ടെങ്കിലും അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറ്റിക്കളയും. അങ്ങനെ ഒത്തിരി പ്രയോജനമാണ് റോസ് ഓയിലും കൊണ്ട്. അത് പക്ഷേ നമ്മൾ റോസ് ഓയിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഒന്നിലും പുരട്ടാനായിട്ട് നമ്മുടെ ദേഹത്ത് പുരട്ടാനായിട്ട് പാടില്ല. റോസ് ഓയിലിനൊരു അളവുണ്ട്. നമ്മുടെ ക്രീമിൽ പുരട്ടുവാണെങ്കിലും ഓയിലിൽ പുരട്ടുവാണെങ്കിലും ഒക്കെ 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തുള്ളി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 തുള്ളി അതിൽ കൂടുതൽ ഒരിക്കലും റോസ് ഓയിൽ അതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് പാടില്ല. നമ്മുടെ ക്രീമിലൊക്കെയാണ് അത് എത്ര ഗ്രാം ആണെന്ന് നോക്കുക, അതനുസരിച്ച് ഉള്ള റോസ് ഓയിൽ ചേർക്കുക, എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മാത്രമേ റോസ് ഓയിൽ തേക്കാവൂ. അല്ലെങ്കിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിലോ നമ്മുടെ ദേഹത്തോ റോസ് ഓയിൽ പുരട്ടാനായിട്ട് പാടില്ല. എല്ലാത്തിനും ഈ അളവ് നമുക്ക് ബാധകമാണ്. ഈ അളവ് വെച്ച് വേണം നമ്മുടെ ക്രീമിൻ്റെ അകത്തും ഷാമ്പൂവിൻ്റെ അകത്ത്, കണ്ടീഷനകത്ത്, ഓയിലിൻ്റെ അകത്ത്, എന്തിൻ്റെ അകത്ത് വേണമെങ്കിലും നമ്മൾ റോസ് ഓയിൽ ഒഴിക്കുന്നത് ഈ ഒരു അളവിൽ മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും ഡയറക്റ്റ് പുരട്ടരുത് പറ്റും. അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എണ്ണയൊക്കെ ദേഹത്ത് പുരട്ടാനും തലയിൽ പുരട്ടാനും ഒക്കെ ഉപയോഗിക്കത്തില്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ റോസപ്പൂവിൻ്റെ ഒരു ശകലം പെറ്റൽ അതിൻ്റെ അകത്ത് ഇടുക. എന്ന് പറഞ്ഞാൽ നമ്മൾ റോസപ്പൂവിൻ്റെ പെറ്റൽ നമുക്ക് വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഉണങ്ങിയ പെറ്റൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, പാക്കറ്റിൻ്റെ അകത്ത് കിട്ടും. ആ പെറ്റൽ വെച്ചിട്ട് എടുത്തുമ്പോൾ ചില നമ്മൾ ഡയറക്റ്റ് റോസപ്പൂ എടുത്ത് ഉണക്കി എടുത്താലും മതി. ആ പെറ്റൽ നമ്മുടെ ആ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് എണ്ണയ്ക്കകത്തായാലും ക്രീമിൻ്റെ അകത്തായാലും ഒരു ശകലം ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ആ റോസപ്പൂവിൻ്റെ എല്ലാ അംശങ്ങളും അതിൻ്റെ അകത്ത് ഇറങ്ങി നമ്മുടെ പിള്ളേരുടെ തലമുടി നല്ലതായിട്ട് വളരാനും ദേഹം നല്ലതായിട്ട് വെളുക്കാനും ഒക്കെ ബ്രൈറ്റ് ആവാനും ഒക്കെ ഒത്തിരി നല്ലതാണ് റോസപ്പൂവിൻ്റെ പെറ്റൽ ഈ എണ്ണയ്ക്കകത്തൊക്കെ. അതുപോലെ നമ്മുടെ മുഖമൊക്കെ നമ്മൾ ഒത്തിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റോസ് വാട്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ റോസ് വാട്ടർ വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ആകും. നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ ഉറക്കിളച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിലും നമ്മൾ ആ റോസ് വാട്ടർ ഇച്ചിരി എടുത്ത് നമ്മുടെ മുഖം ഒന്ന് കഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവാനുണ്ട്. നമ്മൾ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ കുഴക്കണ്ടിലെ വെള്ളമൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കിണറ്റിലെ വെള്ളം ആയാലും മതി. അത് നമ്മൾ എടുത്തു വെച്ച് അതിൻ്റെ അകത്ത് ഇച്ചിരി റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ മുഖത്ത് നല്ലതായിട്ട് മുഖം ഒന്ന് കഴുകാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമ്മുടെ മുഖം ഇരിക്കും, നമ്മുടെ ക്ഷീണമൊക്കെ മാറും. ഇങ്ങനെ നമുക്ക് റോസ് വാട്ടർ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ
പിന്നെ റോസ് ഓയിലിനെ പറ്റി പറയാനായിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തത്. ഞാൻ ഹോസ്പിറ്റലിൻ്റെതും പിന്നെ റോസ് ഓയിലിൻ്റെതും ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക. എല്ലാത്തിനും റിസൾട്ടാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് വന്നത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.